അപ്പോൾ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ രാവിലെ നേരം എടുത്തു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് പരിപാടി ട്രക്കിങ് കാര്യങ്ങളുണ്ട്. 8:30 ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരും. അത് കഴിയുമ്പോൾ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പതുക്കെ ആ കാഴ്ചകളിലേക്ക് പോകാം. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഫെബ്രുവരി 14 വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അതിൻ്റെ പ്രത്യേകത എന്താ? വാലന്റൈൻസ് ഡേ. പക്ഷേ അതിന് എനിക്ക് പേഴ്സണൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. എനിക്കിന്ന് 31 വയസ്സാകുന്നു. ഇന്നലെ രാത്രി പ്രതീക്ഷിക്കാത്ത അതിൻ്റെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കിട്ടി. അതെന്ന് വെച്ചതൊരു ഒട്ടും പ്രതീക്ഷയില്ല. കാരണം വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, രാത്രിയിൽ അവർ ഡിന്നറൊക്കെ ഒരുക്കി ലാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നടക്കുന്ന എന്തൊക്കെ ചുമ്മാ നോക്കുന്നുണ്ടായിരുന്നു. അതിന് ഷെൽഫ് തുറന്ന് ചുമ്മാ നോക്കി കഴിഞ്ഞപ്പോൾ ഷെൽഫിനകത്ത് ഒരു കവർ അവിടെ എടുത്തുകൊണ്ട് പോകുന്നു. അതിനകത്ത് എന്തിനാ ഇവിടെ കവറൊക്കെ എടുക്കുന്നത്? എന്തൊരു ഇത് സംഭവം എന്ന് ചോദിച്ചു. ചുമ്മാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ആ കവറ് റൂമിൽ കൊണ്ട് വെച്ചപ്പോൾ തന്നെ പിന്നെ ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞു അത് ഇരിക്കട്ടെ ഇത്. എന്നിട്ട് അവരോട് ചേട്ടാ അവിടെ ക്യാൻഡിൽ ലൈറ്റിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത റോസാപ്പൂവും പിന്നെ ക്യാൻഡിൽസൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇതൊക്കെ വട്ടാണെങ്കിൽ എടുത്തുകൊണ്ട് വരുന്നത് വെച്ചു. ലാസ്റ്റ് രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ് വിളിച്ച് ഏൽപ്പിച്ചിട്ട് തന്നപ്പോഴാണ് ഞാൻ ഇതായിരുന്നു ഈ സംഭവം. എന്നിട്ട് ആ പാക്കിനകത്ത് കേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ കേക്ക് പെട്ടെന്ന് കൺമുന്നിൽ ടേബിളിൽ കേക്ക് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതൊന്നും സംഭവിക്കുന്ന കേക്ക് ഇങ്ങനെ ഇവിടെ വന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ നേരം എടുത്തുകൊണ്ട് കവർ കേക്കായിരുന്നു. അവരോട് പറഞ്ഞ് മേടിച്ച് വെച്ച സംഭവമായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഇരുട്ടത് കേക്കൊക്കെ മുറിച്ച് ചെറിയ തോതിലുള്ള ആഘോഷമൊക്കെ നടത്തി. ഇനിയിപ്പോൾ 8:30 ആകുമ്പോഴത്തേക്കും അവർ വരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രക്കിങ്ങിന് പോവുക. ട്രക്കിങ് തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് 11 മണിക്കുള്ളിൽ ചെക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ അത്യാവശ്യം കാണാനുള്ള കാഴ്ചകളൊക്കെ കാണുക. വന്നിട്ട് ഇവിടെ നിന്ന് ഏകദേശം 3.5 മണിക്കൂറുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ആകും എങ്കിൽ പിന്നെ ഞങ്ങളിവിടെ തന്നെ വേറെ സ്ഥലത്ത് ഒരു മറയൂരിൽ തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലിൽ താമസിച്ചിട്ട് നാളെ രാവിലെ തിരിച്ച് നാട്ടിലേക്ക് പോകും. സമയം ഇപ്പോൾ രാവിലെ ഏകദേശം 9 മണി ആയപ്പോഴത്തേക്കും അവരെ കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് സർവീസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടി ചാടി ഓടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ 1-2 പട്ടികളെ കാണിച്ചെന്നല്ലോ, അവർക്ക് ഇവിടെ മണം പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ തന്നെ ചെന്ന് കയറി കഴിക്കുന്നു. ഗ്രീൻ പീസ് കറി, കടലക്കറി, ഇതിനകത്ത് പൂരി, ചെടിയപ്പം, അപ്പം, മുട്ടക്കറി, മുട്ട ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത മഡ് ഹൗസിനോട് വീട് പറയുന്നു.
റേഞ്ച് ഇല്ല. നിങ്ങൾ ആ മാപ്പ് ഇപ്പം നമ്മുടെ അയച്ച ലൊക്കേഷൻ അത് കഴിഞ്ഞാൽ പിന്നെ റോഡ് അല്ല എനിക്ക് ജിയോ നെറ്റ്വർക്ക് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അത് ഓക്കെ വർക്കാവും. എനിക്ക് ജിയോയുടെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ ഈ കാന്തല്ലൂരെ ഭാഗത്ത് എന്തോ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, അത് എവിടെയായിരുന്നു? ടൗൺ കഴിഞ്ഞ് കയറി കാണാം. നമ്മളെ ആ ലൊക്കേഷൻ ജസ്റ്റ് അയച്ചു തരാൻ പറ്റുമോ? കാരണം അവിടെ പോകാമെന്ന് ഞാൻ അവിടെ പോയിട്ടേ. പിന്നെ നമുക്കിവിടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇല്ലേ, അപ്പോൾ നമുക്ക് അതിനെ വഴി കൂടെ പോകുന്ന മൃഗങ്ങളാണ് കാണാൻ പറ്റും. ഉള്ളിലേക്ക് വല്ലതും കയറിട്ട് അങ്ങനെ പറ്റും. എങ്ങനെ നമ്മുടെ ലക്കനുസരിച്ച് പിന്നെ ഇപ്പം ഈ വെയിലത്ത് നിൽക്കുക ഉച്ച ടൈമിലൊക്കെ പോയൊന്നും ഉണ്ടാവില്ല. വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ ഇറങ്ങിയാലോ കാണാൻ. ഓ മറ്റേ ഒരു 6 മണി 7 മണി സമയത്തല്ലേ? അല്ലെങ്കിൽ ബാക്കി ഫോറസ്റ്റിലായിരിക്കുമല്ലേ? എന്നുവെച്ചാൽ അതാ വഴി കൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ? നമ്മുടെ ലക്കനുസരിച്ചിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇതിലെ കൂടെ ചുമ്മാ പോകുമ്പോൾ മിക്കവാറും കാണും. ഇപ്പൊ നമ്മുടെ സ്വന്തക്കാരൊക്കെ വന്ന് ഇവർ കാണണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചോണ്ട് പോകുമ്പോൾ ഒരെണ്ണത്തിനെ കാണത്തില്ല. അല്ല ഇപ്പൊ നമുക്ക് ഫോറസ്റ്റിനകത്തേക്ക് കയറാൻ പറ്റുമോ? ഇത് NH ഫോറസ്റ്റ് കൂടെ പോകുന്നു. വഴി പോയാൽ തമിഴ്നാട് ഉടുമല റൂട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഫോറസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കാണാമല്ലേ? അങ്ങനെ ഓക്കെ ഓക്കെ. അപ്പം നമുക്കെന്നാ 1.5 മണിക്കൂറോളം കാടുണ്ട്. ഓ അപ്പം അങ്ങനെ നമുക്കെന്നാ ആ റൂട്ട് ജസ്റ്റ് റൗണ്ട് അടിച്ച് പോകണമെങ്കിൽ കാണാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. മറ്റേ കാന്തല്ലൂർ ഏത് ഭാഗത്തായിട്ട് അവിടെ കുറേ റിസോർട്ടൊക്കെ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കാണിച്ച്, അത് ഏത് ഭാഗത്തായിട്ടാണ് ഈ മറ്റേ പച്ചക്കറികളൊക്കെ വരുന്നത്? പച്ചക്കറി ടൗൺ കഴിഞ്ഞ് മേളിക്കറി പോകണം. ഓഹോ ഈ പോകുന്ന റൂട്ട് തന്നെ ആയിരിക്കും? അല്ല, നിങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണെങ്കിൽ മറയൂർ പോയി അങ്ങോട്ട് റൈറ്റ് പമ്പിന്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്താൽ ചിന്നാറ് പോവാണ്, ലെഫ്റ്റ് എടുത്താൽ മൂന്നാർ. കാന്തല്ലൂർ ഇവിടെ ബാക്കിൽ വരുന്നത്. നിങ്ങൾ പിന്നെ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ പോകുന്നത്. 19 മിനിറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പം നമുക്കൊന്ന് അവിടെ പോയിട്ട് തിരിച്ചു പോകാം. മറ്റേ അപ്പോൾ ഈ ശർക്കര ഫാക്ടറി കയറിയിട്ട് നിങ്ങൾ കാന്തല്ലൂർ പോവാണെങ്കിൽ പോകുന്ന വഴി കയറി ഒരു ടിക്കറ്റ് കണ്ട് 20 രൂപ കണ്ട് ടിക്കറ്റ് ഉണ്ട്. കയറി അതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണാം. അവിടെ ശർക്കര കൊടുക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ അത് ഞാൻ അയച്ചു വിടാം. അവിടെ ടൗണിൽ ഒരു രാജൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ശർക്കരയാണ്. അവിടെ നിന്ന് മേടിക്കുക. നല്ല സാധനമായിരിക്കും. ഇവിടെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റൂലേ? അപ്പോൾ അതിപ്പം ഇപ്പം ഈ പച്ചക്കറി തോട്ടത്തിൻ്റെയൊക്കെ പോകുന്ന റൂട്ട് തന്നെ. ഓക്കെ. അപ്പം എന്നാൽ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ കണ്ടിട്ട് പോകും. തിരിച്ചെന്താ ജസ്റ്റ് ഫോറസ്റ്റ് കൂടെ റൗണ്ട് അടിച്ചിങ്ങനെങ്കിൽ നല്ലതാണ്.
ചേട്ടാ ഈ ശർക്കര ഉണ്ടാക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാം? കരിമ്പൻ ജ്യൂസ് എടുത്ത് ശരിക്കും കുറുക്കിയിടും. ഓ കരിമീൻ ജ്യൂസ് എടുത്തിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ ഇറക്കാൻ സമയമായി. ഓക്കെ. ഒരു അരമണിക്കൂർ എന്തെങ്കിലും അടി പിടിക്കാൻ തോന്നും. വെള്ളം പറ്റാൻ തുടങ്ങി അടി പിടിക്കുമല്ലോ. ഓക്കെ. അപ്പോൾ ഇടയിൽ കൊടുക്കുന്നുണ്ട്. ഓ കരിമീൻ ജ്യൂസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇതവിടെ ആയി കഴിയുമ്പോൾ ആ വഴി ഇവിടെ ഒന്ന് ചാടിയിട്ട് ഇവിടുന്ന് അവർ പാക്ക് ചെയ്ത് തോന്നുന്നു. ഇത് ചാറ്റിനകത്തൊക്കെ ഇത് മാറ്റിയിട്ട് ഇതിനകത്തിട്ട് പാക്ക് ചെയ്യുന്നു സംഭവം. അപ്പോൾ ഇവിടെയാണ് ഇവർ കരിമീൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് മെഷീനുണ്ട്. ഈ മെഷീനകത്ത് കരിമീൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കരിമ്പെടുത്തിട്ട് അതിൻ്റെ ജ്യൂസാക്കിയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും. അവിടെ അങ്ങനെ ഒരു ചേട്ടൻ പണിയെടുക്കുന്നുണ്ട്. പുള്ളി ഉണ്ടാക്കുന്ന കരിമീൻ ജ്യൂസാണ് ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. 2 മെഷീൻ്റെ ഇവിടെ. അപ്പോൾ അതിനകത്ത് ഒരു മെഷീനകത്ത് കരിമീൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും. ഓണത്തിനകത്ത് ഉണ്ടാക്കിയിട്ട് അത് നേരെ ഇവർ ശർക്കര ഉണ്ടാക്കാനായിട്ട് ആ ചെമ്പിലേക്ക് വരും. ആ സെറ്റ് ഇപ്പോൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുക വരെ ഒരു ഗ്ലാസ് 30 രൂപ റേറ്റ്. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റ് തന്നെ എടുത്തിട്ടാണ് ഇവർ അവിടെ ഇട്ടിട്ട് കത്തിച്ചിട്ട് അവിടെ തീ ഉണ്ടാക്കുന്നത്. കറുപ്പിട്ടിയാണോ ഉദ്ദേശിക്കുന്നത്? അതില്ല, അത് കറുപ്പിട്ടി. അത് ഇവിടെ തമിഴ്നാട് പതനി എടുത്തുണ്ടാക്കുന്നത്. ചേഞ്ച് പറ്റുമോ? ഇപ്പോൾ നമ്മൾ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ഇപ്പോൾ കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലത്ത് കരിമ്പ് കൊണ്ട് ജ്യൂസ് അടിക്കും അവർ. അപ്പോൾ 2 ടൈപ്പ് മെഷീൻ, 2 മെഷീൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു മെഷീനകത്ത് ജ്യൂസ് അടിച്ചിട്ട് ആ ജ്യൂസ് ഇവർ കസ്റ്റമേഴ്സിന് വിൽക്കും, കരിമ്പ് ജ്യൂസ് ആക്കിയിട്ട്. അതിന് മറ്റേ സ്ഥലത്തുനിന്ന് കരിമ്പിൻ്റെ ജ്യൂസ് കരിമ്പടിച്ചിട്ട് മെഷീനിൽ അടിച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ട് ആ ജ്യൂസ് ഇവർ മറ്റേ തൊട്ടപ്പുറമുള്ള വേറെ കെട്ടിടത്തിൽ ചെമ്പിലേക്ക് അവർ കിട്ടും. എന്നിട്ട് ഈ കരിമ്പിൻ്റെ പിന്നെ വേസ്റ്റ് ഇട്ടിട്ട് കത്തിച്ചിട്ട് അവർ തീ ഉണ്ടാക്കിയിട്ട് 45 ഇഞ്ച് അതിനകത്തിട്ടിട്ട് ഇളക്കി അതിൻ്റെ മിച്ചം വരുന്ന അത് ശരിയായി വരുന്ന തൊട്ടടുത്ത ഈ ഒരു കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് എടുത്തിട്ട് അവിടെ നിന്നാണ് അവർ പൊടിയാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് ആളുകൾക്ക് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 120 രൂപ കൊടുത്തിട്ട് അവിടെ 120 രൂപ, 150 രൂപ, 200 അങ്ങനെ ആ റേഞ്ചാണ് വരുന്നത്. പല ടൈപ്പിന് പ്ലേറ്റ് അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ 120 രൂപ എടുക്കിയിട്ട് ഒരു സാധാ ഒരെണ്ണം മേടിച്ചു. കുറച്ച് ഒരു ഗ്ലാസ് കരിമ്പൻ ജ്യൂസ് 30 രൂപ എടുത്തിട്ട് ഞങ്ങൾ കുടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ തൊട്ടടുത്ത് ഇവിടെ കുറച്ച് മാറിയിട്ട് ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു. ആ പൂന്തോട്ടം ലൊക്കേഷനൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് ഞങ്ങളിപ്പം പോവാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അതിൻ്റെ വേറെ ഫോറസ്റ്റ് കൂടെയുള്ള ട്രിപ്പൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ വേറെ സ്ഥലത്തേക്ക് വന്ന് തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് വന്നൊരു ഹൈവേ ആണിത്. അത് ഫോറസ്റ്റിനകത്തുള്ള ഹൈവേ ആണ്. അപ്പോൾ അവിടെ പരിസരത്തെ മൃഗങ്ങളെ കാണാനാണ് പുള്ളി പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടെ അവിടെ നിന്ന് പോന്നപ്പോൾ മറയൂരിൽ നിന്ന് കാന്തല്ലൂർ റൂട്ടിലേക്ക് പോരുമ്പോഴാണ് ഈ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നൊരു ഫാക്ടറി നമുക്ക് ഉണ്ടാക്കുന്ന കാണാൻ പറ്റുന്നത് ആദ്യം കണ്ടത്. ഇപ്പോൾ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പം ഇവിടെ ഒരു പച്ചക്കറിയും പിന്നെ അതുപോലെ ഓരോ പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു കൃഷിസ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നേക്കോട്ടോ. ഇപ്പോൾ താഴത്തേക്ക് നമ്മുടെ എൻട്രൻസ് താഴെയാണ്. അപ്പോൾ താഴെ ഇറങ്ങി ചെന്നിട്ട് നമുക്ക് കാണണം. എവിടെ വെച്ച് നോക്കിയിട്ടേ. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് 20 രൂപ.
ബില്ലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ 40 എടുത്തിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. ഇത് കണ്ടു തുടങ്ങി. ഓറഞ്ചിൻ്റെ തോട്ടം. ആപ്പിൾ ജൂൺ ജൂലൈയിലെ ഓഗസ്റ്റിൽ പറിക്കും. ഇപ്പം എല്ലാം ഇടപൊളിയാന്നുള്ള സമയമാണ്. ഒരു കൊല്ലത്തിലെ സീസണ്. അവരും പാലായിലുള്ള ആൾക്കാർക്ക് ഓണർ പാലാക്കാരാണ്. ഒരു 40 കൊല്ലത്തിൽ വന്നതാണ് ഇവിടെ. കോഴി വിറ്റ് വന്ന് 5 ഏക്കർ സ്ഥലം എടുത്ത് പെരുത്തടായി ഇതെല്ലാം ഉണ്ടാക്കി സാധനോട് ഫസ്റ്റിൽ അവരെ ഉണ്ടാക്കുന്നതെന്ന് പറയും. ഇതെല്ലാം പ്ലംസ്, ഈ മരം ഇവിടെയുള്ള പ്ലംസ് ഇലെല്ലാം വരുന്നത് കണ്ടോ, പ്ലംസ് ആയി. ഇത് കറണ്ടിന്റെ വേലിയല്ലോ. ഇത് ആന കാട്ടിപ്പിടി വരുന്നത് പോട്ടതാ. ഇതാ ഇവിടെയുള്ള വൈറ്റ് സപ്പോട്ട പൂത്ത് വരുമ്പോൾ വൈറ്റ് കളർ. മുകളിൽ കണ്ടോ കുറേ ഉണ്ടായിരുന്നു. ആവുന്നുള്ളൂ അല്ലേ? ഇത് ഇവിടെ ഉള്ള പാസം ഫ്രൂട്ട് നമ്മുടെ നാട്ടിലുള്ളതില്ല. ഇത് വേറെ ടൈപ്പ്. ഇത് വേറെ ടൈപ്പ്. നമ്മുടെ അവിടെ വേറെ ഗ്രീൻ തീ എന്താ തീ ഒരു കത്തിച്ച് വേറെ തോട്ടത്തക്കാര് ഇടാൻ കത്തിച്ച് സാറേ. ഓഹോ, അത് അവരുടെ സ്ഥലമല്ലേ? അതെ, അവരുടെ സ്ഥലം. ഇത് ഇതോടെ ഉള്ളതാ. ഇത് അവക്കാടോ നമ്മ പട്ടർ. ഇതെല്ലാം ബ്ലാക്ക്ബെറി, അതിനുള്ളതെല്ലാം ബ്ലാക്ക്ബെറി. ഇതാ ഇരട്ടായിട്ട് ബ്ലാക്ക് ആകും. ഇതെല്ലാം வந்து ആന പൊളിച്ചതാ ഈ പോസ്റ്റുള്ള. അതുകൊണ്ട് അതുകൊണ്ട് എങ്കിൽ വീട്ടിലെ മുകളിൽ അവർക്ക് കേട്ടതില്ല അവിടെ എന്നാ ഉണ്ടെന്ന്. അല്ല, ഇപ്പൊ ഈ വഴി കൂടെ ആന വരുമോ? ആ മലയിൽ തന്നെ ഇറങ്ങി വരും മോനെ. വീടുകൾ കിറാമോ അതിലിന്ന് ഇവിടെ ഈ കുറുക്കിൽ ഇറങ്ങി മുന്നിലെ ഒന്ന് നശിപ്പിക്കും. അത് യാപ്പറമേല് തന്നെ വരും. ഓഹോ, കറക്റ്റ് സീസണിൽ തന്നെ വരൂല്ലേ? അതെ, ബ്ലാക്ക് സപ്പോർട്ടാ. മൂത്ത് വരുമ്പോൾ ബ്ലാക്ക് കളറാ. അതെ, ഇത് മുസാമ്പിയ, ഇത് ആപ്പിള്, ഇതെല്ലാം ബ്ലാക്ക്ബെറികള്, ഇത് ഓറഞ്ച് മോളെ. സ്ട്രോബെറി ഉണ്ടോ ഇവിടെ? സ്ട്രോബെറി മുകളിൽ പോങ്ങൾ എങ്ക ഊര് കിറാമ അവിടെ മുകളില്. അവിടെ പോണ നിങ്ങൾ പറിക്കുകയും ചെയ്യാം, കിടത്തിൽ നിന്ന് മേടിക്കുകയും ചെയ്യാം. മുകളിൽ പോണ കിറാമ. സീസൺ ആണോ? സീസൺ കുറച്ചെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നാങ്ക അവിടെ താമസം ആ കിറാമത്തിലെ. ഇത് ഇവിടെ വരെ ഉള്ളു തോട്ടം. താഴെ വരെ ഉണ്ട്. എല്ലാ പിറകെ എല്ലാം ബ്ലാക്ക്ബെറി, റാസ്ബെറി, താഴെ വരെ 5 ഏക്കർ ഉണ്ട്. നമുക്ക് ഇവിടെ നടക്കാൻ പറ്റുള്ളൂ. ഇതുവരെക്കേ നടക്കാൻ പറ്റൂ. നാങ്ങെല്ലാം അവിടെ നിന്ന് വരും. 9 to 6 മണി വരെ പണിയെടുക്കും. 350 രൂപ തരും. സാപ്പാട് നമ്മ കൊണ്ടുവരുന്നു, ചായ കൊണ്ട് കൊടുക്കും. ഇവിടെ ഇത് വിളവെടുക്കാനാണോ പണി? ഇതെല്ലാം പുല്ല് പറിക്കുന്നുമില്ല മോളെ. പുല്ല് പറിക്കുന്നു, ആൾക്കാർ വന്ന് കാണിക്കുന്നു, നനയ്ക്കും, സാധനപ്പെടും. അവിടെ പോണ കേബേജ്, കാരറ്റ് അങ്ങനെയുള്ളത് ആ ഗ്രാം. ഞങ്ങള് മുതലാളിയുടെ പക്കത്തില് താമസിക്കുന്നത്. അവര് പാലക്കാരാണല്ലോ, ഞങ്ങള് തൊടുപുഴക്കാരാ. അവിടുന്ന് ഹാഫ് അവറുള്ളൂ, അരമണിക്കൂർ നേരം. പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പാലക്കാർ തന്നെ അവർ 40 കൊല്ലത്തിൽ വന്നിരിക്കും. ജോലി കിട്ടി, മാസ്റ്റർ ടീച്ചർമായിട്ട് ഇവിടെ തന്നെ താമസം എപ്പോഴും. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി
അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ മുതലാളി പാലക്കാരാണ്. 40 വർഷം മുമ്പ് ഇവിടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഹസ്ബൻഡും വൈഫും ഇവിടെ വന്നിട്ട് പിന്നെ ഇതിവിടെ ചെയ്യുന്ന ജോലിയുടെ ഇവിടെ പാലായിട്ട് ഇങ്ങനെ 5 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് ഇവിടെ കൃഷി ഇറക്കി അങ്ങനെ ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞത്. അപ്പം എന്നിട്ട് ഇപ്പോഴവർ ഇതെല്ലാം പരിപാലിച്ച് പോണു. ഇവിടെ പിന്നെ ജസ്റ്റ് 1-2 ലൈൻ കാര്യം പറയുന്നതിന് പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പുറകെ കൂടുതൽ പുള്ളി കൂടെ നടക്കുന്ന പല ആൾക്കാരും ഒരു പ്രായമുള്ള ചേട്ടനാണ്. നടക്കുന്ന പല ആൾക്കാരുടെയും കുറേ കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ജസ്റ്റ് പറയാൻ വേണ്ടി പുറകെ കൂടും. പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇച്ചിരി ഇപ്പോൾ കയ്യിൽ നിന്ന് കിട്ടും, പൈസക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഹോം സ്റ്റേ അടക്കമുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ പല സ്ഥലത്തായിട്ട് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഹോം സ്റ്റേയുടെ കൂടെ ഒരുമിച്ചാണ്. ഇപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം നേരെ മറയൂർ തിരിച്ച് പോട്ടെ. അപ്പോൾ അവിടെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ റൂട്ടിൽ കൂടെ പോയിട്ട് അവിടെ മൃഗങ്ങളൊക്കെ വഴി കൂടെ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ പോകണം. പിന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കുറച്ചങ്ങ് ഇവിടെ ഒരു സെപ്ലൈൻ്റെ സംഭവം ഇവിടെ കണ്ടു. അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്ത് നോക്കണം എങ്ങനെയാണ്. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് കയറാൻ പറ്റുമെങ്കിൽ കയറും, ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ പോവും. നേരെ വൈൽഡ് ലൈഫ് സാഞ്ചുറി നോക്കി പോവും. ഞങ്ങളിപ്പോൾ തിരിച്ചു വഴിക്ക് ഇവിടെ സൈഡിലിട്ട് സിപ്പ് ലൈനും സൈക്ലിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ കയറി. സിപ്പ് ലൈന് ആളൊന്ന് 500 രൂപ, 2 പേര് കയറി കഴിഞ്ഞാൽ 2 പേർക്കിടെ കൂടി ഒരുമിച്ച് കൈ പിടിച്ച് പോകുന്ന ടൈപ്പ് ഉണ്ട്. അതിന് 1000 രൂപ വരും. 2 പേരുടെ ആകുമ്പോൾ 1000 വരും. ആളൊന്നാണ് 500 തന്നെ. എന്നിട്ട് ഞങ്ങൾ കയറി. ഞങ്ങളത് അവിടെ നിന്ന് മാറി പോന്നപ്പം തൊട്ടടുത്ത് ഈ സൈക്ലിംഗ് ഉണ്ടായിരുന്നു. സൈക്ലിംഗ് കയറിയപ്പോഴും അവിടെ സെയിം തന്നെ. അവിടെ പക്ഷെ 300 റേറ്റ് വരുന്നത്, ആളൊന്നിന് 300. അപ്പോൾ ഞങ്ങളവിടെ 2 പേര് ഒരുമിച്ച് ഒരു സൈക്കിൾ 2 പേർക്ക് ഇരിക്കാൻ സെറ്റ് സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് സിംഗിൾ സൈക്കിളുണ്ട്, ഡബിൾ സൈക്കിളുണ്ട്. 2 പേരൊക്കെ ഒരുമിച്ചിരിക്കുന്ന സൈക്കിളിൽ ഞങ്ങൾ പെർ ഹെഡ് 300, അതായത് 600 കൊടുത്തിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി തിരിച്ച് വന്നിട്ട് അടുത്ത സിപ്പ് ലൈനിൽ ഞാൻ ഒറ്റയ്ക്ക് കയറി. അപ്പോൾ അവിടെ 500 ആയിരുന്നു റേറ്റ്. അവിടെ കയറി ഇറങ്ങി ഇവിടെ വന്നേക്കുവാണ്.
കാറ്റഗറി പോന്നിട്ട് മറയൂരെത്താറായപ്പം ഒരു ആരഹാന്നറ ഹോട്ടലിൽ നിന്ന് ഉച്ചത്തെ ഊണ് കഴിക്കാൻ വേണ്ടി കയറിക്കുക. അപ്പം ലക്ഷ്മി സാധാ ഊണ് പറഞ്ഞു, ഞാൻ ചിക്കൻ നൂഡിൽസ് പറഞ്ഞു. രണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കണം. ഇവിടെ ഏരിയയിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഹോട്ടലായിട്ട് തോന്നുന്നതുകൊണ്ട് ഇവിടെ തന്നെ കയറി. എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല ഹോട്ടലാണ്. നമ്മൾ സാധാ ടൗൺ പറഞ്ഞാൽ കാണുന്നത് നല്ലൊരു ഇന്ത്യയിൽ ലുക്കുള്ള ഹോട്ടൽ കൊണ്ട് ഇവിടെ തന്നെ കയറി. അങ്ങനെ ചിക്കൻ നൂഡിൽസ് തോന്നുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെ പോയി. എന്നിട്ട് നേരെ അവിടെ ഒരു ട്രക്കിംഗ് കാണാൻ വേണ്ടി പോയി കേട്ടോ, ട്രക്കിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ചെന്നുകൊണ്ട് അവർ പറഞ്ഞു എല്ലാവരും ഗൈഡ് എല്ലാവരും പോയി, അതുകൊണ്ട് ഇപ്പോൾ ട്രക്കിങ് ഞങ്ങൾ ക്ലോസ് ചെയ്തു, ഇന്നത്തെ ദിവസം ഇനി എന്തായാലും എടുക്കില്ലെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു കേട്ടാൻ വന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സമയം ഏകദേശം ഒരു 4 മണിയാവാറേ, 3:30 കഴിഞ്ഞ് 3:45. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ ഒന്ന് മറയൂർ തന്നെ ഒന്നുകൂടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച രാവിലെ മറയൂർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. ആ ബുക്ക് ചെയ്ത കാര്യത്തിൽ ഞങ്ങൾക്കൊരു പണി കിട്ടി. കാരണം ഞങ്ങൾ സാധാരണ ഈ booking.com ചെന്നിട്ടാണ് ഞാൻ റൂംസ് ബുക്ക് ചെയ്യണത്. booking.com ബുക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് പേയ്മെൻറ്റ് ഒന്നും അന്നേരം കൊടുക്കണ്ട. അവർ അന്നേരം പ്രോപ്പർട്ടിയിൽ വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് നമുക്ക് മെയിൽ അയക്കും, ബുക്കിംഗ് കൺഫേം ചെയ്യുന്ന മെയിൽ അയക്കും. എന്നിട്ട് നമ്മൾ ശേഷം ആ ഡേറ്റിൽ നമ്മൾ ആ സ്ഥലത്ത് ചെന്നിട്ട് അവർക്ക് ഒറ്റ പേയ്മെൻ്റ് ആയിട്ടങ്ങ് അടച്ച് ബുക്ക് ചെയ്താൽ മതി. അടച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ കയറിയാൽ മതി. അങ്ങനെയായിരുന്നു സാധാരണ ചെയ്യാറുള്ള സെറ്റ്. booking.com കയറുമ്പോൾ നമ്മൾ അഡ്വാൻസ് പൈസ പോലും കൊടുക്കണ്ട, നമുക്ക് അപ്പോൾ തന്നെ കൺഫർമേഷൻ കിട്ടും. നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ അവരുടെ പൈസ കൊടുത്ത് നമ്മൾ കയറി വരുന്നതാണ് രീതി. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ മറയൂർ ടൗണിൽ ഞാൻ ഹോട്ടൽ മാഗ്നറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. ഇങ്ങനെ ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പം വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് റൂം മൊത്തം ബുക്കഡ് ആയിപ്പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞു. പൈസ മേടിച്ചാന്ന് ചോദിച്ചു. ഞാൻ പറയും ഇങ്ങനെ booking.com കയറുമ്പോൾ സാധാരണ നിങ്ങൾ ചെയ്യാറുണ്ടോ അങ്ങനെ പറയണേ. അങ്ങനെ വരുമ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രോപ്പർട്ടി വിളിച്ചിട്ട് കൺഫേം ചെയ്യണം. എന്നിട്ട് ഞങ്ങൾക്ക് അഡ്വാൻസ് പൈസ ഞങ്ങൾക്ക് തന്നിട്ട് അല്ലേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടണമെന്ന് വെച്ചാൽ. ഞാൻ പറയും സാധാരണ ചേട്ടാ ഞാൻ booking.com ചെയ്യുമ്പം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, ആയിരിക്കും തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തതെന്ന് പറഞ്ഞു. നിങ്ങളിങ്ങനെ പൈസ ഒന്നും കൊടുക്കാറില്ല, അവിടെ ചെന്നിട്ട് പ്രോപ്പർട്ടി തന്നിട്ട് ഒറ്റ പേയ്മെൻറ്റ് അടയ്ക്കാറുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് രീതി. എന്താ പ്രോപ്പർട്ടി വിളിച്ചിട്ട് കൺഫേം ചെയ്യുക, അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നിട്ടാണ് ഞങ്ങളിവിടെ ബുക്കിംഗ് കൺഫേം ആക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് നിമിഷം നിങ്ങൾ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല. അവിടെ വേറെ 1-2 ഹോട്ടൽ അപ്പോൾ തന്നെ ഓൺലൈൻ കയറിയിട്ട് booking.com വീണ്ടും കയറി നോക്കിയപ്പം വേറെ സ്ഥലം കിട്ടി. അപ്പോൾ തന്നെ കൺഫേം ആക്കി ബുക്ക് ചെയ്തു. പക്ഷേ അവിടെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. പിന്നെ പരിസരത്ത് തന്നെ വേറെ 1-2 സ്ഥലത്ത് ചെന്നപ്പം അവിടെയൊക്കെ റൂം ഫില്ല ഇന്നത്തെ ദിവസം. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വേറെ കാർത്തിക് എന്ന് പറഞ്ഞ വേറെ റെസിഡൻസിന് ഞങ്ങൾ ചെന്ന് ബാഗിൽ റൂം കിട്ടി. പക്ഷെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പം ഞങ്ങളുടെ ഒരു വാങ്ങിച്ച പേയ്മെൻറ്റ് 1500 രൂപയായിരുന്നു. അത് നോൺ AC അല്ല, നോൺ AC. സാധാരണ അവിടെ ചെന്നാലും നോൺ AC 1000 രൂപയും AC 1500 രൂപയാണ് ഉള്ളത്. ഇത് നോൺ ACക്ക് 1500 രൂപ.
അതും 1500 രൂപയ്ക്കുള്ള ഇതൊന്നുമില്ല. മൊത്തം ഇതുണ്ടോ, 2 ബെഡ്, അത്യാവശ്യം സ്പേസ്, ഇത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ 1500 രൂപയ്ക്ക് റൂം ബുക്ക് ചെയ്യുമ്പോഴുള്ളൊരു ഫെസിലിറ്റി അത്ര പോരാ അവിടെ. എന്നാലും ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ റൂം കിട്ടാണ്ട് പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ പിന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ല. കാരണം റൂം കിട്ടി നമ്മൾ പെട്ടുപോകുള്ളൂ. അപ്പോൾ ഒരു റൂം എങ്ങനെയും ഒരു റൂം കിട്ടുക എന്നുള്ളതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് നമുക്കെൻ്റെ പൈസ എടുത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ പൈസ ബുക്കിംഗ് ചെയ്തു, റൂമിൽ കയറി. ഇനിയിപ്പോൾ നാളെ ഇവിടെ ട്രക്കിങ്, അടുത്ത ട്രക്കിങ് എവിടെയുള്ളതെന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ട് ട്രക്കിങ് പോവുക. നേരെ പോകണ വഴിക്ക് 3-4 സ്ഥലമുണ്ട്, അവിടെയും കയറിയിട്ട് വേണം പോകാനായിട്ട് നേരെ നാട്ടിലേക്ക്. ഇവിടുന്ന് ഏകദേശം ഒരു 3-3.5 മണിക്കൂറാണുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ രാത്രി ഒരു 8-9 മണിയാകുമ്പോൾ എത്തും. പക്ഷേ 3.5 മണിക്കൂറിലുണ്ട് ഒറ്റയടിക്ക് പോക്ക് കൊടുക്കില്ല. പിന്നെ ഫോറസ്റ്റിൻ്റെ പോകുന്ന പല ഫോറസ്റ്റിൻ്റെ പരിസരമായിരിക്കും, പിന്നെ റിസ്ക് എടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് നോക്കിയത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇപ്പോൾ ജസ്റ്റ് സ്റ്റേ കയറി ഇവിടെ താമസമായി. ലക്ഷ്മി ഇപ്പോൾ അത് അകത്തേക്ക് മെയിൽ കയറിയേക്കുണ്ട്. ആദ്യമായിട്ടാണ് Booking.com നിന്ന് റൂം ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പണി കിട്ടുന്നത്. ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെ കിട്ടാതിരിക്കട്ടെ. അങ്ങനെ രാത്രി 9:30 കഴിഞ്ഞു. ഞങ്ങളൊരു 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇത് തിരിച്ചു വന്നു. ഞാനിപ്പം കുടിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നു. ഇനി കിടക്കാൻ പോണു. നാളെ രാവിലെ വെച്ചിട്ട് ട്രക്കിങ്ങിന് പോകാനൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ട്രക്കിങ്ങിന് പോയിട്ട് കാര്യമില്ല. നല്ല നട്ടപ്പുറ വെയിലത്ത് കുറേ കാട്ടിലൂടെ കുറേ നടക്കേണ്ടി വരും. ഇപ്പോൾ കഷ്ടപ്പാടായിരിക്കുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളത് ഒഴിവാക്കി. ഇപ്പോൾ നാളെ ഇനിയിപ്പോൾ രാവിലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഇറങ്ങി നേരെ നാട്ടിലേക്ക് പോകും. പോണ വഴിക്ക് നമുക്ക് ഈ കുറച്ച് സ്ഥലങ്ങളുണ്ട്, 3-4 കുറേ പള്ളിവാസൽ, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇറങ്ങി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തുമ്പോഴത്തിന് പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ രാവിലെ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. പോഴേക്ക് 2-3 സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി മാക്സിമം കാഴ്ചകൾ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പോകുക എന്നുള്ളതാണ് പ്ലാൻ, ഇപ്പം നിലവിലത്തെ പ്ലാൻ. അപ്പോൾ ഇനി നാളത്തെ കാഴ്ചകളായിട്ട് വരുന്നവരെ ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.